നിങ്ങളെല്ലാവരും ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. ഹല്ലേലൂയ. എന്താ സന്തോഷിക്കുന്നത്? ഈ ഭൂമിയിലുള്ള ആർക്കും എന്നെ ഇനി വേണ്ടല്ലോ. അപ്പോൾ എന്നെ ആർക്ക് വേണം? കർത്താവിന് മതി. ഹല്ലേലൂയ. നിന്നെ ആർക്ക് വേണ്ടെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. അപ്പം പിന്നെ എനിക്ക് ആരുടെ പുറകെ പോകാം? കർത്താവിൻ്റെ പുറകെ പോകാം. സ്രോതസ് പറഞ്ഞ കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ പോലെ. അപ്പം അതിൻ്റെ വിളിയാണിത്. ആളെ ഉയർത്തി, ദൈവം ഉയർത്തി, മഹത്വപ്പെടുത്തി എന്നുള്ള അർത്ഥം ഇതാണ്. നിന്നെ ഉപേക്ഷിച്ച് നിന്നെ ലോകം എന്തിനാണ് ആളുകൾ നമ്മൾ ലോകത്തെ ഉപേക്ഷിക്കേണ്ടതാണ്. നമ്മൾ ഉപേക്ഷിക്കാത്തപ്പം തപ്പരാൻ പറയാൻ തിരിച്ചു ചെയ്തേക്കാൻ പറയും. ഹല്ലേലൂയ. നമ്മളാണ് ശരിക്കും ആരെ ഉപേക്ഷിക്കേണ്ടത്? ലോകത്തെ മുഴുവൻ ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. അപ്പം നമ്മളോട് പല പ്രാവശ്യം കർത്താവ് മര്യാദയ്ക്ക് പറഞ്ഞു, നീ ലോകവും ലോകത്തിൻ്റെ സുഖങ്ങളും ഉപേക്ഷിക്കാൻ. ഹല്ലേലൂയ. നമ്മൾ ഒരു കാരണവശാലും ഉപേക്ഷിക്കാറ്. എന്നാൽ പിന്നെ കർത്താവ് തിരിച്ചു പിടിക്കും. അവരോട് പറയും ഇവനെ അങ്ങ് ഉപേക്ഷിച്ചേക്കാൻ പറയും. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ മേലാത്തൊരു വേലിക്കെട്ടിനകത്ത് കർത്താവും കിട്ടും. വേലിക്കെട്ടിലിട്ടിട്ട് കർത്താവ് അടി തുടങ്ങും. ശുദ്ധീകരിക്കും. അനങ്ങിയാൽ അടിയാം. പ്രാർത്ഥിച്ചാൽ ഇരട്ടി അടി. സ്തുതിച്ചാൽ അനക്കാലും വലിയ അടി. ധ്യാനിക്കാൻ പോയാൽ അനക്കാലും വലിയ അടി. ഇതെന്തിനാ കർത്താവ് ഇങ്ങനെ? കൃപയിൽ വളർത്തുന്നതിൻ്റെ ഭാഗം. എന്നിട്ട് പറഞ്ഞു, നീ വചനം കേൾക്കുക, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോയൊരു വഴിയുണ്ടല്ലോ, അടിയുടെ പെരുന്നാളാണ്. പക്ഷേ അവരെ ഉപേക്ഷിക്കുന്നില്ല. ഇത്ര അടിയടിച്ചാലും ദൈവം അവരെ ഉപേക്ഷിക്കത്തില്ല. സഹനം കിട്ടുന്ന ഒരു ഭാഗ്യം അതാണ്. പക്ഷേ ഈ പാപത്തിൽ തിരഞ്ഞെടുക്കപ്പെടാത്തവർക്ക് ഈ സഹനമൊന്നും കിട്ടത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ അവരൊന്നുമില്ല, ദൈവത്തെ അനുഭവിക്കുന്നില്ല. ഇതല്ല ഇന്നത്തെ ഭൂമിയിലെ കാശുകാർ, പണക്കാർ, അവരാരും ദൈവത്തെ കണ്ടുപിട്ടിട്ടുണ്ടോ? അറിഞ്ഞിട്ടേ ഇല്ല. അവർക്ക് അറിയാനേ പറ്റിയിട്ടില്ല. അവരുടെ മക്കൾ ആർക്കും അറിയത്തില്ല. അവർ മണ്ടത്തരം തന്നെ കാണിച്ചുകൊണ്ട് നടക്കുക. സ്തുതിക്കുക.